ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് 21 ജൂൺ 2026. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസവും ഒക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ കാരണം ഇപ്പോൾ ഇവിടെ സമയം ഒരു 2:30 ആവുന്നു ഉച്ചയ്ക്ക്. അപ്പം ഞാൻ ദിവസവും സമയമൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഞാൻ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം 2 ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ആ കാര്യം ആഗ്രഹിച്ച് സാധിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും പുറത്തു വരിക. അത് നടന്നതിന് ശേഷം ആയിരിക്കും ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പനിയില്ല, അധികം അങ്ങനെ പനിയായിട്ടില്ല, പക്ഷെ ചെറിയൊരു കോൾഡും പിന്നെ ഒരു ചെറിയൊരു തൊണ്ടയ്ക്കൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇന്നലെയാണ് എനിക്ക് തുടങ്ങിയത്. പക്ഷെ ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കുറേ അത്യാവശ്യം നല്ല അധികം സ്റ്റീം എടുക്കുക, ആവി പിടിക്കുക, അതുപോലെ ചൂടുവെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ട പോലെ നമുക്കൊരു യാത്ര വരുന്നുണ്ട്. അപ്പോൾ ആ യാത്ര വരുന്നത് കൊണ്ട് എനിക്കത് ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇത് മാറ്റാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാൻ മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ ഇത് കൈ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് കയ്യിൽ കുറച്ച് നേരം പിടിച്ചിരിക്കുമ്പോഴേക്കും എൻ്റെ കൈ വേദന എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് എന്തെങ്കിലും വെക്കട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ ഞാനൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ജിതിനില്ല, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു സോളോ ട്രിപ്പാണ്. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയും. ഇപ്പം തന്നെ പറഞ്ഞൊരു സർപ്രൈസ് എലമെൻ്റ് ഇല്ലല്ലോ, രസമല്ല ഇതൊക്കെ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. പാക്കിംഗ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ ചെയ്തു. ഇനി കുറച്ചൊക്കെ ഒന്നും കൂടി സെറ്റാക്കണം, ഒന്നും കൂടി വെയിറ്റൊക്കെ ക്ലിയർ ആക്കി ഒന്ന് സെറ്റാക്കണം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്നെ ഒന്ന് ഗ്രൂം ചെയ്യണം. എനിക്കൊന്ന് കുറച്ചൊന്ന് ഗ്രൂം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതുപോലെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിട്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വരണമെന്ന് ഞാൻ വഴിയെ ഈ വ്ളോഗിൽ വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇത് കുറച്ചധികം ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ 23-23 തീയതിയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഈ വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ടാവുള്ളൂ. നോക്കാം നമുക്ക്. കാരണം ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ബിസി ആവുമോ, എത്രമാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ ഒരു കോൾഡ് വന്നതുകൊണ്ട് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, സെറ്റാക്കാമെന്ന് ഓർത്ത് ഞാൻ ഉഷാറായിട്ട് പുതിയ ഉച്ചയായപ്പോൾ ഇപ്പോഴാണൊന്ന് എനിക്ക് സെറ്റായി. രാവിലെ എത്ര നേരത്തെ എനിക്കതൊന്നും പറ്റില്ല. എന്നാലും രാവിലെ ഉച്ചരൊക്കെ ആയപ്പോൾ എനിക്ക് എന്നിട്ട് ഇത് ഒന്ന് ആവിയൊക്കെ പിടിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ എനിക്ക് നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ അത് അകത്തിരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ പ്രിപ്പറേഷൻ, എൻ്റെ ട്രിപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗിലോട്ട് കിടക്കാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. നല്ല വെതർ. രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഇവിടെ താഴെയൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കിടക്കുന്ന പോലെയുണ്ട്. ചെടിയുമൊക്കെ നിറയെ വെള്ളമുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ജിതിൻ എന്നെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് ജിതിൻ ജിമ്മിന് പോകും. അപ്പോൾ എനിക്ക് ജിമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മുടിയൊക്കെ അങ്ങ് കെട്ടി വെച്ചു. കാരണം എനിക്ക് ഭയങ്കര അസ്വസ്ഥത. പിന്നെ എനിക്കൊരു ചെവിയൊന്നും കേൾക്കുന്നില്ല അടഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു കംഫർട്ടബിളായിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ എന്തായാലും ആസ് യൂഷ്വൽ നമ്മൾ മനാവബേ പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് ഗ്രൂമിങ് പരിപാടി, കുറച്ച് ചെറിയ ഷോപ്പിംഗ് അതൊക്കെ ഉണ്ട്. എന്തായാലും ഒരു യാത്ര പോവല്ലേ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ.
സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഓർത്തു ഞാൻ പോയിട്ട് നെയിൽസൊക്കെ ഒന്ന് ചെയ്യാം. കാരണം ഞാനൊരു 3:30 ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നെയിൽസ് ചെയ്യാൻ പോകാം. ആസ് യൂഷ്വൽ നമ്മുടെ നെയിൽസ് ചെയ്യുന്ന കട. അപ്പോൾ നമ്മൾ കയ്യിൽ ചെയ്തു. ഇനി കാലിലൊരു ചെറിയ പെഡിക്യൂർ പ്ലസ് കാലിൽ നമ്മൾ നെയിൽ പോളിഷ് ഇടും. ഈ ഒരു ചെയർ സൂപ്പറാണ്, മസാജ് ചെയറാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ പാട്ടൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഇപ്പോൾ നെയിൽസൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നെയിൽസൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ക്രേസാണ് നെയിൽസ് ചെയ്യാൻ. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് നെയിൽസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. സോ യാ, ഫീലിംഗ് സോ ഗുഡ്. ഇനി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അത് ഇവിടെ ഒരു കോട്ടൺ ഓൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് നോക്കാം. ഒറിജിനലാണ് തോന്നിട്ട്. ഞാൻ വിചാരിച്ചത് ഒറിജിനലാണ്. സ്വാൻഡ്രി എന്ന് പറഞ്ഞിട്ടൊരു എന്തോ അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളതോ. ജിതിൻ ജിമ്മ് കഴിഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ബോറടിക്കണ്ട, അകത്ത് വരുന്നിട്ട് ഇനി നോർത്തിട്ട് ഞാൻ അവിടെ ഇരുന്നോളാം. അപ്പം ഇനി എനിക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ, ഐ മീൻ ഫ്ലൈറ്റിലൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടം. അപ്പോൾ അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തിറങ്ങി. എനിക്ക് കോട്ടൺ ഓണിൽ പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അപ്പോൾ കഴിക്കാൻ കുക്കിഡാക്ക് വാങ്ങി ജിതിന്. ഇനി ജിതിന് എവിടെയൊക്കെ എടുക്കുന്നത് നോക്കട്ടെ. കാറ് ഇന്നതേ ഇരുട്ടായി, 5 മണിയായപ്പോഴേക്കൊക്കെ ഇവിടെ ഇരുട്ടായി. അതിന് നേരത്തെ ഇരുട്ടായിന്ന് തോന്നുന്നു. ഇന്നെന്തോ 21 ജൂൺ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസമുള്ള എന്തോ ഒരു ഡേ ആണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഉണ്ടാവില്ലെന്ന് ഡേ ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന്, ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇത്തിരി കൂടെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. എനിക്ക് ജിതിനെ കാണുന്നില്ല. അപ്പം ഞാൻ നേരം ജിതിനെ വിളിച്ചു നോക്കട്ടെ. അപ്പം നമ്മൾ കെ മാർട്ടിൽ വന്നു. നമ്മൾ മനാബയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി കെ മാർട്ടിൽ നോക്കാമെന്ന് ഓർത്തു ഡ്രസ്സ്. ഇനി ഇവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടാറുണ്ട് പൊതുവെ. ഇപ്പം നോക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വിൻ്റർ കളക്ഷനാണ്. എനിക്ക് അത്ര വിൻ്ററി ഇത് വേണ്ട, കാരണം അത്രയും തണുപ്പുണ്ടാവില്ല. പക്ഷെ എന്നാൽ കുറച്ച് തണുപ്പൊക്കെ ഇതാക്കാൻ പറ്റുന്നൊരു ടൈപ്പും വേണം. കോസ്മെറ്റിക് ഓർഗനൈസർ കൂടി നോക്കണം. അപ്പം ഞാൻ നോക്കി വന്നത് ഇവിടെ ഉണ്ട് തോന്നുന്നു. അത് ഈ ഒരു മോഡലാണ്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ഉണ്ട്, നോക്കട്ടെ. കാരണം എല്ലാം കൂടി പല ബാഗിലിട്ട് കൊണ്ടുപോകണേക്കാട്ടിലും ഒരെണ്ണത്തിലിട്ടാൽ നല്ലതായിരിക്കുമല്ലോ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ വിൻ്റർ കളക്ഷൻസ് ആയിരുന്നു. പക്ഷെ അത്രയും കട്ടിയുള്ള ഡ്രസ്സ് ഇടണം എന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഇതിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനായിരുന്നു ഇത്, ഓപ്ഷൻ 1. പിന്നെ ഇതൊരു ഓപ്ഷൻ 2 ആയിരുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം എനിക്ക് ഇത്രയും ടൈറ്റിലൊന്നും ഫ്ലൈറ്റിലിടാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഇത് ഓപ്ഷൻ 3. അപ്പം ഇന്നലെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും എനിക്കങ്ങ് ടയേർഡായിപ്പോയി. എനിക്ക് മൊത്തത്തിൽ ഇവിടെയൊക്കെ അങ്ങ് ബ്ലോക്കായിപ്പോയി. അപ്പം ഞാൻ ഫുഡ് കഴിച്ചങ്ങ് കിടന്നു. പിന്നെ പാക്കിംഗ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ മുന്നേ ചെയ്തു വെച്ചിരുന്നു. കാരണം എനിക്ക് ലാസ്റ്റ് മിനിറ്റിലോട്ട് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ആവുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എല്ലാം നേരത്തെ കൂട്ടി ചെയ്യുന്ന ഒരാളാണ്. മുന്നേ പാക്ക് ചെയ്ത് വെക്കുക. ഇപ്പം ട്രെയിനൊക്കെ കയറാൻ പോവുകയാണെങ്കിൽ 10 മണിക്കാണെങ്കിൽ ട്രെയിനെങ്കിൽ ഞാനൊരു 9 മണിയാകുമ്പോഴെങ്കിലും സ്റ്റേഷനിലെത്തും. അപ്പം അതുപോലെ കുറച്ച് നേരത്തെ ചെയ്ത് എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ആങ്ഷ്യസ് ആയിട്ട് നമ്മളങ്ങനെ അയ്യോ കിട്ടുമോ, നമ്മൾ ലേറ്റ് ആവുമോ എന്നുള്ളൊരു ഇതിൽ പോകുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ച് കാമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം എന്തായാലും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പാക്കിംഗ് ഒക്കെ മുന്നേ ചെയ്തു വെച്ചിരുന്നു. പിന്നെ ഇനി കുറച്ച് നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, ഇപ്പം നമ്മുടെ മേക്കപ്പ് ബാഗും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കുറച്ച് ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെയാണ് ഇനിയിപ്പോൾ എടുത്തു വെക്കാറുള്ളൂ.
പിന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഹാൻഡ് ക്യാരിയിലെ കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ കുനിഞ്ഞിരുന്നിട്ടൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം തല ഇങ്ങനെ കുനിയുമ്പോൾ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുകയാണല്ലോ കഫം കാരണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ഓർത്ത് കുഴപ്പമില്ല, കുറച്ചും കൂടി ഉള്ളൂ. ഇപ്പോൾ നമുക്കുള്ളത് രണ്ട് ലഗേജാണ്. ഒരെണ്ണം 25 kg, ഒരെണ്ണം 7 kg. അപ്പോൾ 25 kg ഇപ്പോൾ ഒരു 21 ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് എനിക്ക് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും വെക്കാനുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ 7 kg ഓൾമോസ്റ്റ് ഓക്കെയാണ് എല്ലാം, വലിയ ഇനി അധികം സാധനങ്ങളില്ല. അപ്പം അത്രയൊക്കെയാണ്. അപ്പം ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത്ര പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. നമ്മൾ പോകുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രസ്സും കാര്യങ്ങളും. അതൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി പാക്കിങ്ങിലോട്ട് കിടക്കാം. എന്തായാലും പെട്ടെന്ന് പാക്കിങ് തീർക്കണം. കാരണം ജിതിൻ എന്നെ നേരത്തെ വരും. ജിതിനൊരു സാധനം വാങ്ങാൻ പോകണം. അപ്പം എൻ്റെ അടുത്തും വരും. ഞാൻ പോണതിന് മുന്നേ ജിതിനത് വാങ്ങണം എന്ന് ഭയങ്കര നിർബന്ധം. എന്നാൽ ശരി, ഇന്ന് വാങ്ങാം എന്ന് ഓർത്തു. അപ്പം അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറ. നോക്കാം നമ്മൾ കറക്റ്റ് ഞാൻ പോകുന്ന സ്ഥലം നിങ്ങൾ ആരെങ്കിലും കറക്റ്റായിട്ട് ഗസ് ചെയ്തൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ. അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവണം, കുളിച്ച് റെഡിയായി കിടന്നുറങ്ങുക. കാരണം നാളെ നമ്മുടെ ഫ്ലൈറ്റ് 10 മണിക്കാണ്, 10:10 മോർണിംഗ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു 7 എത്തണം. എന്നാലാണ് ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റിക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ എയർപോർട്ട് എനിക്ക് കാണാപ്പാടായതുകൊണ്ട് ഗേറ്റ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ എയർപോർട്ട് കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വലിയ പ്രശ്നം വരില്ല. അതുകൊണ്ട് അതൊക്കെ ഈസി ആയിരിക്കും. എയർപോർട്ടിൻ്റെ ഓരോ മുക്കുമൂലയിലും എന്തൊക്കെ എവിടേക്കാണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യം ഫില്ലായിട്ടാണ് എപ്പോഴും പോകുന്നത് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇതിൻ്റെ ചെക്കിങ് ടൈമിൽ. അപ്പോൾ ഇത്തിരി നേരത്തെ ചെന്നാലാണ് കറക്റ്റ് ടൈമിൽ. എനിക്കാണെങ്കിൽ ഓൺലൈൻ ചെക്കിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓൺലൈൻ ചെക്കിങ് ചെയ്യാൻ നോക്കി. പക്ഷേ നമ്മളൊരു വേറൊരു ഏജൻറ്റ് വഴിയൊക്കെയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ ഒരു കോഡ് ഷെയർ ഫ്ലൈറ്റ് ആണ് വരുന്നതും. 2 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം അതിൽ ഒരെണ്ണം കോഡ് ഷെയർ ഫ്ലൈറ്റ് ആണ്. അപ്പം അതിൻ്റെയും ചിലപ്പോൾ ആയിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ഓൺലൈൻ ചെക്കിങ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ബാക്കി ട്രാവൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ അത് ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോവും. എവിടെ പോകണു, എങ്ങനെ പോകണം, അപ്പം പറഞ്ഞ പോലെ എവിടെയാ പോണേ, എങ്ങനെയാ പോണേ, എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിങ്ങിലോട്ട് പെട്ടെന്ന് കിടക്കാം. കാരണം ഇപ്പോൾ 12:30 ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജിതിൻ ചിലപ്പോൾ ഒരു 1 മണി 1:30 ആകുമ്പോഴേക്ക് എത്തും. അതിന് മുന്നേ കുറച്ചെങ്കിലും തീർത്ത് വെച്ചാൽ സുഖമായിരുന്നു. ഞാൻ ഈ 3 പെർഫ്യൂമാണ് എടുക്കുന്നത്. ഈ ഷനേലിൻ്റെ, പിന്നെ ഈ ഒരു ജിമ്മി ചൂല് ഒരെണ്ണം, പിന്നെ ഈ YSLൻ്റെയും. കാരണം ഇത് മതിയാവും നമുക്ക് ഇപ്പോൾ ഈ ഒരു ട്രാവലിന്. അപ്പോൾ ഇത് 3 എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമസാണ്. അടിപൊളിയാണ് ഇത് 3. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ്, നൈറ്റിനൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഡേ ടൈമിന് ഇത് അടിപൊളിയാണ്. ഇത് പിന്നെ 2നും പോകും. അപ്പോൾ ഈ ഒരു 3 പെർഫ്യൂം എടുക്കാം. വാച്ച് ഇത് 2 എടുക്കാം എന്ന് ഓർത്തു. പിന്നെ ഒരു ഗോൾഡൻ വാച്ചും കൂടി എടുക്കാം, ഇൻ കേസ് നമുക്ക് വല്ല അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും പിന്നെ ഒരു ഗോൾഡ് കളർ വരുന്ന ഏതെങ്കിലും ഒരു ഗോൾഡ് സ്ട്രാപ്പ് വരുന്ന ഒരെണ്ണം കൂടി എടുക്കാം. ഇത് പക്ഷേ ഞാൻ എൻ്റെ ഹാൻഡ് ക്യാരിയിലായിരിക്കും വെക്കുന്നുണ്ടാവുക. ഇത് എൻ്റെ മേക്കപ്പ് പൗച്ചാണ്. ഇത് മൊത്തം എൻ്റെ ലിപ്സ്റ്റിക്കുകളാണ്. പല പല വെറൈറ്റി ലിപ്സ്റ്റിക്കും ഇതെൻ്റെ പല പല മേക്കപ്പ് സാധനങ്ങൾ. ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു പെട്ടിക്കകത്ത് വെക്കണം. കാരണം ഞാൻ ഓർത്തു മേക്കപ്പ് ഇതിനകത്തും പിന്നെ എൻ്റെ കുറച്ച് സ്കിൻ കെയർ ഇതിനകത്തും, അങ്ങനെ 2 ബോക്സ് ആയിട്ട് എടുത്താൽ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കാനും എളുപ്പമായിരിക്കും. ഇത് ഞാനിപ്പോൾ ഇന്നലെ പോയിട്ട് വാങ്ങിയ മേക്കപ്പ് പൗച്ചാണ്. നല്ല അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കൊന്നും എടുക്കുന്നില്ല. അപ്പം എനിക്കിതൊന്ന് സോർട്ട് ചെയ്തിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക്, ആവശ്യമുള്ള കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഒരു 1-2 എണ്ണം കയ്യിലും വെക്കാം. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാ ലിപ്സ്റ്റിക്കൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാനൊന്ന് സോർട്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്സാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മെയ്ബ്ലൈൻ്റെയും പിന്നെ അങ്ങനെ കുറച്ച് ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇതുണ്ടല്ലോ, നമുക്കിത് കള്ളികൾ വലിപ്പം കുറയ്ക്കണം, കൂട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇതിങ്ങനെ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത് കണ്ടു, ഇപ്പം ഞാൻ ഈ കള്ളികൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ ഇതിനകത്ത് വെക്കുക. ഈ ഐഷാഡോ പാലറ്റൊക്കെ ഇതിൻ്റെ ബാക്കിലോട്ട് വെക്കാൻ പറ്റും.
ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ സംഭവങ്ങൾ ഭയങ്കര സൂപ്പർ. പിന്നെ ഇത് ബ്രഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ വെക്കാം. കണ്ടോ, നമ്മുടെ ബ്രഷുകളും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന പെൻസിൽസ് പോലത്തെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. അടിപൊളി യൂസ് ഉള്ളൊരു സാധനം പോലെ ഉണ്ട്. ഇത് നമ്മുടെ മേക്കപ്പ് ബോക്സ് ഒരു ഇതും സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിന്ന് നമുക്കിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിന്നൊന്ന് ഒന്നെങ്കിൽ എൻ്റെ ഹാൻഡ് ബാഗിലോട്ടോ അങ്ങനെ വല്ലതും വെക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഇതിലാണ് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കോമ്പ്, പിന്നെ ഒരു ഗ്ലോ മാസ്ക് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. എങ്ങാനും നമുക്ക് ഫ്ലൈറ്റിലിരുന്നിട്ട് ചുമ്മാ ഒന്ന് ഫേസ് മാസ്ക് ഇടാൻ തോന്നിയാൽ നല്ലതാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരിത്. നമ്മുടെ ക്യാരി ഓണും അതുപോലെ നമ്മുടെ ലഗേജും ചെക്കിൻ ബാഗും അത്യാവശ്യം പാക്ഡ് ആയിട്ടുണ്ട്. ഫുള്ളി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് വെയിറ്റ് വരുന്നതെന്ന് നോക്കണം. എത്ര ഇപ്പം എല്ലാം ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അത് 21 ഇത് ഒരു 6 സംതിങ് ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ആവുമായിരിക്കും ഓർത്തു. ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റ് ഈ ക്യാരി ഓണിൽ വെച്ചു. കാരണം അതിനകത്ത് 100 ml കൂടുതലൊന്നുമില്ല. അപ്പോൾ അത് ക്യാരി ഓണിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ എൻ്റെ ഈ എന്താ പറയുക ഹാൻഡ് ബാഗ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഹാൻഡ് ബാഗിനകത്ത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു പേഴ്സ് വെക്കണം. ഇതിനകത്ത് എൻ്റെ കുറച്ച്, പിന്നെ എൻ്റെ പാസ്പോർട്ടും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വരുന്ന ഒരു ഇതാണ്. പിന്നെ എൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഒരു ഗ്ലാസ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇതെൻ്റെ റെയ്ബാൻ, ഈ ഗ്ലാസ് എൻ്റെ പുത്തൻ റെയ്ബാനാണിത്, എൻ്റെ പുത്തൻ റെയ്ബാൻ. അതൊരെണ്ണം എടുക്കണം. പിന്നെ എൻ്റെ ലൈറ്റ്, ഇൻ കേസ് ഇരുട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് കണ്ടോ, ഇതാണ് ഞാൻ ഫോണിൽ എവിടെയെങ്കിലും ഇരുട്ടൊക്കെ അധികമുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാറ്. പിന്നെ ഇതെൻ്റെ ലൂപ്പ്. ഇത് ഞാൻ കുറച്ച് കാലമായി ഇപ്പോൾ യൂസ് ചെയ്യണു. കാരണം ഇത് വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഈ സാധനം ഭയങ്കര അടിപൊളി സാധനമാണ്. പക്ഷെ ഒരു തവണ എൻ്റെ ചെവിക്കകത്ത് ഇതിൻ്റെ ബഡ്സ് കയറിപ്പോയി ഈ സാധനം. അതെങ്ങനെ ഊരി വന്നതെന്ന് അറിയില്ല. കാരണം നമ്മളിത് പിടിച്ച് വലിച്ചാൽ കൂടി ഊരി വരില്ല. ഇത്രയും ബലം കൊടുത്താൽ പോലും ഊരി വരില്ല. പക്ഷെ അതെങ്ങനെ ഊരി വന്നു എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും അത് എടുക്കണം. കാരണം ഇത് വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ലൈറ്റ് സ്ലീപ്പറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്. പിന്നെ കൂടെയുള്ള പാർട്ട്ണർ, കൂർക്കം വലിക്കുന്ന പാർട്ട്ണറാണെങ്കിലും ഇത് അടിപൊളിയാണ്. കാരണം എനിക്ക് ഒട്ടും പറ്റില്ല കൂർക്കം വലി. അപ്പോൾ പക്ഷെ ഞാൻ വല്ലപ്പോഴൊക്കെ വലിക്കാറൊക്കെ ഉണ്ട്, ഈ ടയേർഡായ സമയത്തും അതുപോലെ ഇങ്ങനെ മൂക്കൊക്കെ അടഞ്ഞ സമയത്തൊക്കെ. പക്ഷെ എന്നുമില്ല. പക്ഷെ എന്നും എനിക്കിങ്ങനെ കൂർക്കം വലി കേട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുക. പിന്നെ എൻ്റെ ഇതൊരു ജ്വല്ലറി ബോക്സാണ്. എൻ്റെ ഗോൾഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്ന ഒരു ബോക്സാണ്. ഇത് ഞാൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. സൗണ്ടൊന്നും ഇല്ല കേട്ടോ, അതാണ് സൗണ്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മിന്നിമാഞ്ഞ് പോകുന്നത്. ഇതുപോലെ എൻ്റെ കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സും സാധനങ്ങളും, പിന്നെ അങ്ങനത്തെ കുറച്ച് എൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ ഓർത്തു. പിന്നെ എൻ്റെ ഇയർപോഡ്സ്, പിന്നെ കുറച്ച് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പിന് വേണ്ടിയിട്ടുള്ള എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫേസ് മാസ്ക് എടുത്തിട്ടുണ്ട്, ചീർപ്പ്. പിന്നെ ഇപ്പോൾ ഒട്ടും വയ്യാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇൻഹേലറും, പിന്നെ ഈ വിക്സിൻ്റെ ഈ ഒരു നേസൽ സ്പ്രേ പോലത്തെ ഒരു സംഭവമാണ് അതും. പിന്നെ ഇത് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. ഇത് വലിച്ച് കടന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇതിന് നെഗറ്റീവും പോസിറ്റീവ് റിവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അത്ര നല്ലതല്ല എപ്പോഴും വലിക്കുന്നത്. പക്ഷെ എപ്പോഴും ഇല്ല, ഈ പറഞ്ഞ പോലെ കോൾഡൊക്കെ വരുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്, നല്ലതാണ്. പിന്നെ ഇതെൻ്റെ ഫോൺ സ്റ്റാൻഡാണ്. എന്ന് വെച്ചാൽ ഫോൺ എവിടെയെങ്കിലും ഇപ്പോൾ വെച്ചിട്ട്, ഇതൊരു വാക്യൂം സ്റ്റാൻഡ് പോലത്തെയാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കണ്ടോ ഇതിങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ഫോൺ ഇതുമ്മയ്ക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ കുറച്ച് ബണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മൈക്ക്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് എൻ്റെ മൈക്ക്. പക്ഷേ ഞാനിത് അധികം യൂസ് ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് സൗണ്ടൊക്കെ വരുമ്പോൾ കേൾക്കാൻ നല്ലതായിരിക്കും. ഇത് പിന്നെ ഇമ്പോർട്ടൻറ്റ്, ഇത് കഴിഞ്ഞ് ചാർജർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെക്കാണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഹാൻഡ് ബാഗിനകത്ത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കണം എൻ്റെ ലിസ്റ്റൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിനകത്തൊന്ന് സെറ്റാക്കട്ടെ. ഇതൊരു പൗച്ചിലാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ മിസ്സായിക്കൊണ്ടേയിരിക്കും.
അപ്പതേ എൻ്റെ ഹാൻഡ് ക്യാരിയും ശരിയായി. ഐ മീൻ നമുക്കപ്പോൾ എപ്പോഴും ഇവിടുന്ന് നമുക്ക് ഫ്ലൈറ്റ്സിലൊക്കെ എപ്പോഴും നമ്മുടെ ഒരു ക്യാരി ഓൺ, ഐ മീൻ ഒരു 7 kg ക്യാരി ഓൺ പറ്റും, പിന്നെ ഒരു 3 kg പേഴ്സണൽ ബാഗും പറ്റും. നാട്ടിൽ എനിക്കറിയില്ല പേഴ്സണൽ ബാഗ് വലുത് പറ്റും, കാരണം റൂൾസ് എന്തോ ചേഞ്ച് ആയിരുന്നു. അപ്പോൾ പേഴ്സണൽ ക്യാരി ഇത്ര വലുത് പറ്റും, ഒരു സ്ലിംഗ് ബാഗ് പോലത്തെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഇപ്പം അങ്ങനെയാണ്. പിന്നെ നമുക്ക് എത്രയാണോ ലഗേജ് നമ്മുടെ അലവൻസ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇപ്പോൾ അത് ഓരോ എയർലൈൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇത്ര kg ആയിരിക്കാം, പക്ഷെ നമുക്ക് 2-3 ബാഗിൽ എടുക്കാം. ചിലവർക്ക് ഒരു ബാഗേ പറ്റുണ്ടാവുള്ളൂ, പക്ഷെ അത്രയും kgs ആ ബാഗിൽ തന്നെ കൊള്ളിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് എനിക്കപ്പോൾ 25 kgs ആണ് വെയിറ്റ്, പക്ഷെ ബാഗ് ലിമിറ്റ് ഇല്ല. അപ്പൊ മേ ബി ഇപ്പൊ 25 kgs ആണെങ്കിൽ 2 ബാഗിലായിട്ട് എടുക്കും. പക്ഷെ എനിക്ക് സൗകര്യം 1 ബാഗ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒരു ബാഗിനകത്ത് തന്നെ ഇട്ടിരിക്കണേ. പിന്നെ ഒരു 7 kg, പിന്നെ ഈ ഒരു പേഴ്സണൽ ക്യാരി, ഇതൊക്കെയാണ് അപ്പൊ എൻ്റെ ഒരു ബാഗ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ബാഗൊക്കെ ഒന്ന് അടച്ചു കൂട്ടി ഞാൻ വെയിറ്റ് ഒക്കെ നോക്കട്ടെ, എന്നിട്ട് സെറ്റായ ഞാൻ പറയാം. ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഒന്ന് ചെയ്യൂ. 23.5